യുകെയിലെ കേംബ്രിഡ്ജ് ഷെയറിലെ ഹണ്ടിംഗ്ടണിലെ മലയാളികളെ തിരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറക്കി ലീഡോ ജോർജ്. പലവട്ടം സ്ഥാനാർത്ഥിയായി ജയിച്ചു കയറിയ മലയാളി ചെറുപ്പക്കാരൻ ലീഡോ ജോർജ് ഹണ്ടിംഗ്ടണിൽ കൺസർവേറ്റീവ് പാർട്ടി തലപ്പത്തേക്ക് എത്തിയതോടെയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഒന്നാകെ മലയാളികൾ ഇടം പിടിച്ചിരിക്കുന്നത്. ഹണ്ടിംഗ്ടൺ ടൗണിലെ ആകെയുള്ള 8 വാർഡിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ 19 പേരെയാണ് ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ളത്. ഇതിൽ കൺസർവേറ്റീവ് സ്ഥാനാർത്ഥി പട്ടികയിൽ മലയാളികളും ഇന്ത്യക്കാരും ഫിലിപ്പിനോ അടക്കം 14 പേരെയാണ് ലീഡോ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത്. ശേഷിക്കുന്ന 5 പേരാണ് ബ്രിട്ടീഷുകാരായി കൺസർവേറ്റീവ് പക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ടൗൺ കൗൺസിൽ സീറ്റുകളിൽ ലീഡോ അടക്കം 8 മലയാളികൾ മത്സരിക്കുമ്പോൾ ജില്ലാ ഡിവിഷനിൽ ലീഡോയും ടോമിനും സ്ഥാനാർത്ഥികൾ ആകുന്നു എന്ന പ്രത്യേകതയുണ്ട്. നിലവിൽ ലേബറും ലിബറൽ ഡെമോക്രാറ്റും ഏതാനും പേരെ വിജയിപ്പിച്ചിട്ടുള്ള ഇവിടെ 19ൽ 9 പേരും സ്വതന്ത്രരാണെന്ന പ്രത്യേകതയുമുണ്ട്. സ്വതന്ത്രയായ ഓഡ്രി മക്ഡാം ആണ് മേയറായി ചുമതലയിലിരിക്കുന്നതും. കൺസർവേറ്റീവിന് ഒരംഗം പോലും നിലവിൽ ടൗൺ കൗൺസിലിൽ ജയിപ്പിച്ചെടുക്കാനായിട്ടില്ല എന്നത് ഹണ്ടിംഗ്ടന്റെ നിലവിലെ രാഷ്ട്രീയത്തെ കൂടുതൽ കൗതുകമാക്കുന്നതാണ്. ഇതോടൊപ്പം ഇത്തവണ ഗ്രീൻ പാർട്ടിയും റീഫോം പാർട്ടിയും ഉയർത്തുന്ന വെല്ലുവിളികൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പ്രദേശത്തെ ജനങ്ങൾ വീണ്ടും സ്വതന്ത്രൻ മതിയോ എന്ന് തീരുമാനിക്കുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. വളരെ ചെറിയ ടൗൺ ആയതിനാൽ വോട്ടർമാർക്കും ജനപ്രതിനിധികൾക്കും വളരെ അടുപ്പമുള്ളതിനാൽ വ്യക്തിഗത വോട്ടിൽ ജയിച്ചു കയറുന്ന സാഹചര്യത്തിന് മുന്നിൽ പ്രധാന പാർട്ടികളൊക്കെ നോക്കുകുത്തികളാകുന്നതും ഇവിടെ പതിവായത് ഇത്തവണ ആവർത്തിക്കരുത് എന്ന ചിന്തയിൽ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ വരെ പ്രചാരണത്തിനെത്തിയ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. കൺസർവേറ്റീവ് പക്ഷത്ത് ആവേശം പകരാൻ സാക്ഷാൽ മുൻ പ്രധാനമന്ത്രിയും ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലെ ആചാര്യനുമായിരുന്ന സർ ജോൺ മേജർ തന്നെ നേരിട്ടെത്തിയതും പ്രധാനമാണ്. ടൗൺ കൗൺസിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പം ടൗൺ സീറ്റിലേക്കും ജില്ലാ കൗൺസിൽ സീറ്റിലേക്കും ലീഡോ ജോർജും ജില്ലാ ഡിവിഷനിൽ ടോമിൻ ജിയോയും മത്സരിക്കുന്നതോടെ ഇവിടെ നിന്നും ആകെ മത്സരിക്കുന്ന മലയാളി സ്ഥാനാർത്ഥികളുടെ എണ്ണം 9 മാറിയിട്ടുണ്ട്. ഹണ്ടിംഗ്ടൺ നോർത്ത് ഈസ്റ്റ് വാർഡിൽ 4 പ്രതിനിധികൾ ഉള്ളതിനാൽ ചെറുപ്പക്കാരിയും നിറഞ്ഞ ചിരിയോടെ മാത്രം ഒരാളുടെ മുൻപിലെത്തുന്ന ശ്രീലക്ഷ്മിക്ക് വോട്ടർമാരുടെ മനസ്സിന്റെ ചെപ്പ് തുറക്കാനാകുന്നു എങ്കിൽ വലിയ അട്ടിമറിയായിരിക്കും ഈ മിടുക്കി സ്വന്തമാക്കുക. കഴിഞ്ഞ വർഷം ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റിന്റെ സ്റ്റേജ് കോഓർഡിനേറ്ററായി തിളങ്ങിയ ശ്രീലക്ഷ്മി അസൽ സംഘടനയാണ് എന്നതിനും വേറെ തെളിവുകൾ ആവശ്യമില്ല. കായംകുളം സ്വദേശിയായ ഹരികൃഷ്ണ GK യുകെയിൽ ബിസിനസ് മാനേജ്മെന്റ് പഠനം പൂർത്തിയാക്കി ഇപ്പോൾ പോസ്റ്റ് സ്റ്റഡി വിസയിൽ ജോലി ചെയ്യുകയാണ്. 2 വർഷത്തെ UK ജീവിതാനുഭവത്തിൽ നിന്നും രാഷ്ട്രീയത്തിലെത്തുമ്പോൾ നാട്ടുകാരിൽ നിന്നും ഒട്ടേറെ കാര്യങ്ങളാണ് ഈ ജെൻസി യുവാവിന് സ്വയം പഠിച്ചെടുക്കാനായത്. യുകെയിലെത്തുന്ന മലയാളി വിദ്യാർത്ഥികൾ ജോലിയും പഠനവും കഴിഞ്ഞ് ഒന്നിനും നേരമില്ലെന്ന് പറയുമ്പോൾ പൊതുപ്രവർത്തനത്തിനിറങ്ങുന്ന ഹരികൃഷ്ണയെ പോലെയുള്ളവർ തികച്ചും കൈയടി നേടുകയാണ്. നാട്ടുകാരുടെയും UK മലയാളി സമൂഹത്തിന്റെയും റാണീസ് ഹെൽത്ത് കെയറിൽ ജോലി ചെയ്യുന്ന ഹരികൃഷ്ണ സാധിക്കുന്ന സമയം പൊതുപ്രവർത്തനത്തിനു കൂടി മാറ്റിവെക്കുന്ന ആദരണീയ മാതൃക കൂടിയാണ് സൃഷ്ടിക്കുന്നത്. ഹണ്ടിംഗ്ടണിലെ ചെറുപ്പക്കാരൊക്കെ സ്ഥാനാർത്ഥികളായി മാറിയ ആവേശത്തിൽ വന്നയാളല്ല മിഥുൻ തോമസ്. ഒരൊറ്റ കൗൺസിലറെ ആവശ്യമായ സൗത്ത് വാർഡിൽ മലയാളി വിജയം ഉറപ്പിക്കുക എന്നതാണ് മിഥുന്റെ ലക്ഷ്യം. അതത്ര നിസ്സാരമല്ല എന്ന തിരിച്ചറിവോടെയാണ് ഈ പോരാളി കളം നിറയുന്നത്. പെൺകുട്ടികൾക്ക് പോലും UK രാഷ്ട്രീയം ആവേശമാണ് എന്ന് തെളിയിക്കുകയാണ് പെരുമ്പാവൂർ മുടക്കുഴക്കാരിയായ അപർണ വിനോദ്. നാട്ടിൽ വെച്ച് രാഷ്ട്രീയമോ അതെന്ത് സാധനമെന്ന് ചോദിച്ചിട്ടുള്ള അപർണ ഇപ്പോൾ താൻ മത്സരിക്കുന്ന ഹണ്ടിംഗ്ടൺ സെൻട്രലിൽ വാർഡിന്റെ ഭൂമിശാസ്ത്രവും രാഷ്ട്രീയ രസതന്ത്രവും ഉറക്കമൊഴിച്ചു പഠിക്കുകയാണ്. 2 പേരെ വിജയിപ്പിക്കുന്ന ഈ വാർഡിൽ നിലവിൽ ഒരു സ്വതന്ത്രനും ഒരു ലിബറൽ ഡെമോക്രാറ്റ് അംഗവുമാണ് ജയിച്ചിരിക്കുന്നത്. അപർണ വിനോദും കഴിഞ്ഞ വർഷത്തെ ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റിന്റെ സംഘാടക നിരയിൽ മിന്നിത്തിളങ്ങിയാണ് വേദിവിട്ടത്. യുകെയിലെത്തിയ ഐവൻ ആന്റണി ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഉപരിപഠനത്തിനായാണ് ശ്രദ്ധ നൽകിയത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ മാസ്റ്റേഴ്സ് ബിരുദം വിജയകരമായി പൂർത്തിയാക്കിയ ഐവാൻ ഇപ്പോൾ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ LGR ഹെൽത്ത് കെയറിൽ ജോലി ചെയ്യുകയാണ്. ഹണ്ടിംഗ്ടൺ ടൗൺ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായത് ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായാണ് ഈ യുവാവ് കരുതുന്നത്. പൊതുരംഗത്തും സജീവമായി ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഐവാൻ ജോലിയോടൊപ്പം തന്നെ കായിക രംഗത്തും സജീവ സാന്നിധ്യമാണ്. നിലവിൽ കൗൺസിലർ ഇല്ലാതെ അനാഥമായ വാർഡാണ് ഹണ്ടിംഗ്ടൺ സൗത്ത് വെസ്റ്റ്. ഇക്കാരണത്താൽ തന്നെ പ്രദേശത്തെ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും ടൗൺ കൗൺസിലിൽ എത്തുന്നില്ല. ഇത് തിരിച്ചറിഞ്ഞ ജെൻസി ലെവലിൽ ഓടി നടന്ന് വോട്ട് ചോദിക്കുകയാണ് അലൻ പോളി എന്ന യുവ പോരാളി. ഒരു ചെറുപ്പക്കാരൻ വോട്ട് ചോദിച്ച് വാതിലിൽ മുട്ടുന്ന കൗതുകം പ്രദേശത്തെ പ്രായമായ വോട്ടർമാർക്കും കൗതുകമായി മാറിയിട്ടുണ്ട്. പലരും പോളിംഗ് ബൂത്തിൽ എത്തും എന്ന വാക്ക് നൽകിയാണ് അലൻ പോളിയെ മടക്കുന്നതും. ഹണ്ടിംഗ്ടൺ വെസ്റ്റ് വാർഡിൽ ജയിച്ചു കയറേണ്ട ഒരേ ഒരു ജനപ്രതിനിധിയായി മാറാനാണ് രഞ്ജിത്ത് രമേശിന്റെ ശ്രമം. എന്നാൽ അതത്ര നിസ്സാരവുമല്ല. യുകെയിൽ തരംഗമായി മുന്നേറുന്ന ചെറുപ്പക്കാരുടെയും കുടിയേറ്റക്കാരുടെയും വോട്ടുകൾ കൂട്ടമായി കൈക്കലാക്കുന്ന തരംഗം ഉയർത്തിയിട്ടുള്ള ഗ്രീൻ പാർട്ടിയുടെ വാർഡിലാണ് രഞ്ജിത്തിന്റെ മത്സരം. എന്നാൽ ഏതു കടമ്പയും മറികടക്കാൻ തയ്യാറായാണ് രഞ്ജിത്തിന്റെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മുന്നേറുന്നത്.